ഹായ് ഫ്രണ്ട്സ്, ലിസി കിച്ചണിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ തക്കാളി ബജിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമ്മുടെ ഈ തക്കാളി ബജി എന്ന് പറഞ്ഞാൽ അധികം ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല, നമുക്ക് എളുപ്പം വീട്ടിലുണ്ടാക്കാം. അപ്പോൾ ചെറിയ കാര്യങ്ങളുള്ളൂ, അതുകൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണ്. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ഓളൊന്ന് നോട്ടിഫിക്കേഷൻ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ തക്കാളി ബജിക്ക് എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. മീഡിയം സൈസ് ഒരു 4 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളിതിലേക്ക് നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കണം. അത് നമ്മുടെ ഈ മല്ലിയില കൊണ്ടുള്ള ചമ്മന്തിയാണ്. അതിന് കുറച്ച് മല്ലിയിലയും അതിന് വേണ്ട കുറച്ച് പച്ചമുളക്, 3 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ബജിക്ക് മുക്കാനായിട്ടുള്ള മാവാണ്, കടലമാവാണ് ഇതിലേക്ക് വേണ്ടത്. അത് ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് മെയിൻ സാധനം നമ്മുടെ അയമോദകം, നമ്മൾ മരുന്ന് കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്ന അയമോദകം ഒരു നുള്ള അരിക്ക് ആവശ്യമുണ്ട്. പിന്നെ നമ്മുടെ മുളക് പൊടി 1 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണ്, പിന്നെ ഉപ്പ് നമുക്ക് പാകത്തിന്, നമ്മുടെ ബേക്കിംഗ് സോഡ ഒരു 1/4 ടീസ്പൂണ്. ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഇതിന് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ മാവൊന്ന് കുഴച്ച് വയ്ക്കണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് വെള്ളമൊഴിച്ച് നമ്മുടെ കൂട്ടുകളൊക്കെ ഇട്ടിട്ട് ഒന്ന് കുഴയ്ക്കാം. ആദ്യം നമുക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അയിമോദകം ഒരു ചെറിയ കുറച്ച് മതി കേട്ടോ, അധികം വേണ്ട, ചെറിയൊരു മണത്തിന് വേണ്ടിയിട്ട് മാത്രം. പിന്നെ മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച്, അതുപോലെ മഞ്ഞൾപ്പൊടി ഒരു നുള്ള്, പിന്നെ നമ്മുടെ ബേക്കിംഗ് സോഡ ഒരു 1/4 ടീസ്പൂൺ. നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് ഇത്തിരി കട്ടിയിൽ നമുക്ക് കുഴച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് തിക്കിൽ ഇതൊന്ന് കലക്കണം കേട്ടോ. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മളതൊന്ന് കലക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ മാവ് ഇത്രയും ചട്ടിയിലിട്ടാ കുഴച്ച് വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ ചമ്മന്തി ഉണ്ടാക്കാം. മല്ലിയിലോട്ട് നമ്മൾ ഇഞ്ചി ചെറിയ കഷ്ണമാക്കിയിട്ട് ഇടാം ആദ്യം. അതിൽ പച്ചമുളകൊക്കെ നുറുക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ വേഗം അരയാനായിട്ട് നല്ലതാണ്. കുറച്ച് ഉപ്പ് ഇട്ടാം, മല്ലിയിലയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മല്ലിയില ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമ്മുടെ തക്കാളി നമുക്ക് മുറിച്ച് വയ്ക്കാം. കുറച്ച് കനത്തിലൊന്ന് മുറിക്കുക, ഇങ്ങനെ വട്ടം മുറിക്കുക. ഈ കനത്തിൽ വട്ടത്തിൽ മുറിച്ച് വയ്ക്കുക.
തക്കാളിയുടെ ഒരു ഭാഗത്ത് നമ്മൾ മല്ലിയുടെ ചമ്മന്തി പുരട്ടി നന്നായി അങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ എല്ലാ ഭാഗത്തേക്ക്. നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്. നമ്മൾ ഈ തക്കാളി ഒരെണ്ണം എടുത്തിട്ട് നമ്മൾ മാവിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് മാവ് ഒരു കൈ കൊണ്ട് ഒഴിച്ച് കൊടുക്കുക. നമുക്ക് കൈ കൊണ്ട് എടുക്കാൻ പറ്റാത്ത കാരണം ഇതിങ്ങനെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ തീയൊന്ന് നന്നായി കുറച്ച് കൊടുത്തോളാം കേട്ടോ. നമുക്കൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടത് തീ കുറച്ചിട്ടോളാം. മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് ഭാഗം ഒരു ബ്രൗൺ കളറാവുന്ന വരെ പൊരിച്ചെടുക്കുക കേട്ടോ. നമ്മുടെ വെജ് നല്ല ബ്രൗൺ കളറായിട്ട് നമുക്കിത് വെളിച്ചെണ്ണയിൽ മാറ്റാം. നമ്മൾ പതുക്കാനെ തന്നെ ഇങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്താൽ മതിയിട്ട്. നമ്മളൊരു തക്കാളിയുടെ വെജ് മറിച്ചെടുപ്പോൾ പതുക്കാനെ മറിച്ചിട്ടോളാം കേട്ടോ. തീ കുറച്ചിട്ടിട്ട് തന്നെ ഇത് വേവിച്ചെടുക്കണം. രണ്ട് ഭാഗം നല്ല ബ്രൗൺ കളറാവുന്നവരെ നമ്മൾ മുരിച്ചെടുക്കും. രണ്ട് ഭാഗം നന്നായി മുരിഞ്ഞിട്ട് നമുക്കിത് വെളിച്ചെണ്ണയിൽ മാറ്റാം.
അപ്പോൾ നമ്മുടെ തക്കാളി ബജി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം പറയാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ നാളെ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ.